പെട്ടിന്ന് വാരി എടുക്കുമ്പോ 2 തലക്കിലും ഒരു തോർത്ത് തല വെച്ചാണ് വെച്ചിരുന്നത്. അപ്പൊ ഞാൻ എടുക്കുമ്പോ എന്റെ മോന്റെ കഴുത്ത് കിടന്ന് ആടയായിരുന്നു. കൊച്ചിൻ്റെ പാൽക്കുപ്പിയും നനഞ്ഞിട്ടില്ല, ചെരുപ്പ് അതിൻ്റെ തുണികൾ ഒന്നും നനഞ്ഞിട്ടില്ലെന്ന് കരക്കിയിരുന്നു. നീ ഇപ്പൊ പോണ്ട, പിടിക്കപ്പെടും പറയണ കേക്കടോ. അവര് നേരത്തെ ഒരു വീടായിരുന്നു, നല്ല വീടായിരുന്നു. ഇപ്പൊ ഈ കൊച്ചിന്റെ ഇത് സംസ്കരിച്ചിരിക്കുന്ന മേളിലെ തിട്ടയിലാണ്. ആ റബ്ബർ ഇരിക്കുന്നില്ലേ ഈ വീടിന്റെ മേളില്, അവിടെയായിരുന്നു സംസ്കരിച്ചത്. പിന്നെ അവന്റെ റീബോഡിക്ക് പിന്നെ ഭയങ്കര ചാനലുകാരും മൊത്തവും വന്ന് അവന്റെ അസ്ഥി എടുത്തു, ഇതെല്ലാം ചെയ്തു. പക്ഷെ അതിലൊന്നും ഒരു ഇതും കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കൊച്ചിനെ കൊന്നത് ആരായാലും അവരെ അറസ്റ്റ് ചെയ്ത് എനിക്ക് കാണണം. അത് എത്ര വർഷം കഴിഞ്ഞിട്ടായാലും, എത്ര വർഷം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തത്. അല്ലെങ്കിൽ എന്റെ ജീവനെ ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, ഈ അവന്റെ കുഞ്ഞിന്റെ ട്രൗസറിന്റെ പിറകെ കട്ട് ചെയ്തെടുത്ത ആ തുണി പീസില് ഈ ബീജവും അതുപോലെ കുറച്ച് എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത് മുൻപേ വാർത്തയിലൊന്നും വന്നിട്ടില്ലേ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതല്ല. വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം മുങ്ങിമരണങ്ങൾ നടക്കാറുണ്ട്. ഒരുപക്ഷെ അനേകം മുങ്ങിമരണങ്ങളിൽ ഒന്നായി മാത്രം കാലം ചർച്ച ചെയ്യുമായിരുന്ന ആദർശിൻ്റെ കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ആരംഭിച്ചത് ആക്ഷൻ കൗൺസിലിൻ്റെ ഇടപെടലും ബന്ധുക്കളുടെ നിരന്തര അപേക്ഷയും മാനിച്ചായിരുന്നു. കേസിൽ ചില വഴിത്തിരിവുകളും ഇതിനകമുണ്ടായി. ആദർശിൻ്റെ ഡെഡ് ബോഡി പിന്നെയും ഓപ്പൺ ചെയ്തു. 2ാമത്തെ പോസ്റ്റ്മോർട്ടവും നടത്തി. നീണ്ട 17 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും ഭരതന്നൂരിലെ ആ ഉൾനാടൻ ഗ്രാമത്തിലെ കൗമാരക്കാരൻ്റെ അപ്രതീക്ഷിത മരണം അവർക്ക് വിങ്ങുന്ന ഓർമ്മയാണ്. 2009 ഏപ്രിൽ 5-നായിരുന്നു വീട്ടിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കടയിലേക്ക് ആ കൗമാരക്കാരൻ പാല് വാങ്ങാനായി പോയത്. അപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും. മഴക്കോളുണ്ട്. അടുത്ത കാവിലങ്ങോ ഉത്സവം നടക്കുകയാണ്. പാട്ടും ബഹളവും ഒക്കെ ഉണ്ട് ഉച്ചഭാഷണിയിലൂടെ. കുട്ടി 2 മണിക്കൂർ കഴിഞ്ഞിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. അന്ന് അർദ്ധരാത്രി വരെയും നേരം വെളുക്കുവോളവും ആ നാട് മുഴുവൻ ബന്ധുക്കളും പോലീസും നാട്ടുകാരും ചേർന്ന് അരിച്ചു പറക്കി. പുലർച്ചെ ആയപ്പോൾ ആ ഞെട്ടിക്കുന്ന വാർത്ത വന്നു. വാഴത്തോപ്പിലെ വെള്ളക്കെട്ടിന് അടുത്തായി ആ കുഞ്ഞിൻ്റെ പാൻറ്റും പാൽക്കുപ്പിയും ഒരു ജോഡി ചെരുപ്പുമുണ്ട്. രാത്രി മുഴുവൻ മഴ പെയ്തതായിരുന്നു. ഏകദേശം 6:30 മുതൽ നിർത്താതെ പെയ്ത പേമാരി. അതുകൊണ്ട് തന്നെ ആ നാട് മുഴുവൻ പല ഭാഗത്തും വെള്ളക്കെട്ടുകളുണ്ടായി. ഇത് വാഴത്തോപ്പിലുള്ള ഒരു ചെറിയ കുളമാണ്. ആ കുളത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടയിൽ ആ കുട്ടിയെ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ഇവിടെ ബലമായി നിൽക്കുന്നൊരു സംശയം, രാത്രി മുഴുവൻ മഴ പെയ്തിട്ടും അവിടെ കണ്ട ഈ കുട്ടി ധരിച്ചിരുന്നു എന്ന് ഉറപ്പുള്ള ആ പാൻസും അതുപോലെ പാൽക്കുപ്പിയും ചെരുപ്പും എന്തുകൊണ്ട് നനഞ്ഞില്ല? അമ്മ അന്ന് ഈ കൊച്ചി ഇവിടെ വന്നാണോ പാലൊക്കെ വാങ്ങിയത്? ഇവിടെ വന്നാണ് അവൻ പാല് വാങ്ങിച്ചോണ്ട് പോണത്. 4 മണിയാകുമ്പം വരും. 4 മണി എന്ന് പറഞ്ഞാൽ 4 മണി സ്കൂളിൽ പോണ ദിവസം സ്കൂളിൽ പോയിട്ടായാലും എപ്പോഴെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വരും. വൈകുന്നേരം. ഈ സംഭവം നടക്കുന്നതും വൈകുന്നേരമാണ്. പാലും വാങ്ങിച്ചോണ്ട് പോയ കൊച്ചാണ്. പിന്നെ അവൻ വീട്ടിൽ എത്തിയില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരക്കി ആൾ വന്നപ്പോഴത്തേക്ക് പിള്ളേരല്ലേ അവിടെ മുകളിലൊക്കെ കളിച്ച ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ട്. ആ തരത്തിലെ പിള്ളേരല്ലായിരുന്നു. അവിടെയൊക്കെ കാണുമെന്ന് പറഞ്ഞ് അവിടെ പോയി. അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ അങ്ങ് വള്ളംമട്ടി മുലയിൽ ചെറുക്കൻ്റെ വീടും കഴിഞ്ഞ് ഒരു വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ പോയി. അവിടെ എങ്ങാനും പോയിട്ടുണ്ടോയെന്നറിയാൻ എങ്ങുമില്ല. രാത്രി 10 മണിയാവോളം അവരന്വേഷിച്ച് എങ്ങും കിട്ടിയില്ല. എല്ലായിടത്തും അന്വേഷിച്ച്. പിന്നെ അവിടുത്തെ രാത്രി എങ്ങനെ ആ കുളത്തിൽ കണ്ടുപിടിച്ച്. വലിയ കുളമല്ല, അവർ കൃഷി ആവശ്യത്തിന് കുഴിച്ചിട്ട കുളമാണെങ്കിലും വലുതായിട്ട് തന്നെ മോട്ടറൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വരും അല്ലേ? ചെറിയ കുളം. അന്ന് അമ്മയ്ക്ക് അവിടെ പോയി നേരിട്ട് കണ്ടതാണോ?
കുളമൊക്കെ നമുക്കറിയാം. അതല്ല ഈ സംഭവം ഇല്ല നേരിട്ട് ഞാൻ പോയില്ല. അല്ല രാത്രിയല്ലേ കാണണത്. ഇവിടുന്ന് കൊച്ച് ഇവിടെ വന്ന് പാലൊക്കെ വാങ്ങിക്കൊണ്ട് പാല് മാത്രമേ വാങ്ങിയുള്ളൂ? ഇല്ല, പാല് മാത്രമേ വാങ്ങിയുള്ളൂ. എന്നിട്ട് ആ വേഗത്തിൽ തിരിച്ചു പോയി. പോയ വഴിക്കാണ് അവനെ എന്തോ സംഭവിച്ചത്. എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. അന്ന് ഈ കൊച്ചു പാല് വാങ്ങാൻ ഇവിടെ വരുന്ന സമയത്ത് ഈ പരിസരത്ത് എങ്ങാനും വല്ല മദ്യപാനികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ലായിരുന്നു. ഇവിടെ വന്ന് യാത്ര ചെയ്യുന്ന വഴി തേരി വരെ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കാണാം. തേരി ഇറങ്ങി വേണം പോവാൻ. ഇറങ്ങി പോയി ഇത്തിരി അങ്ങോട്ട് കഴിഞ്ഞാൽ ആദ്യം ആ കുളം. ആ തേരി ഇറങ്ങി 100 ആ വയലുയരത്താണ് ആ കുളം കിടന്നത്. ഇപ്പോഴും ഉണ്ട്. കുളം ഇല്ല, കുളം ഒരു നിവർത്തി. അങ്ങനെ അത്ര ദൂരേ ഉള്ളു. പിന്നെ ഈ കൊച്ചിനെ കണ്ടിട്ടില്ല. തേരി ഇറങ്ങിയതിന് ശേഷം എന്തോ സംഭവിച്ചു. കൊച്ചിന് എത്ര വയസ്സാ പ്രായം? 12 വയസ്സ് വരും. ഇതിപ്പോ വരുന്ന റിപ്പോർട്ടുകളും വാർത്തകളും അനുസരിച്ചാണെങ്കിൽ കൊച്ചിന്റെ നിക്കർ കുളക്കരയിലുണ്ടായിരുന്നു. നിക്കറ്, പാൽപാത്രം, ചെരുപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഒരു ഭയങ്കര മഴ പെയ്ത്. മഴയത്ത് ഇതൊന്നും നനഞ്ഞിട്ടില്ല. കണ്ടവർ പറയണത്, നമ്മൾ പോയില്ല, കണ്ടില്ല. കണ്ടവർ പറയണത് കൊച്ചിൻ്റെ പാൽക്കുപ്പിയും നനഞ്ഞിട്ടില്ല, ചെരുപ്പ്, അതിൻ്റെ തുണികൾ ഒന്നും നനഞ്ഞിട്ടില്ലെന്ന് കരക്കിയിരുന്നെന്ന്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന സംഗതി കൊച്ചിനെ ആരും അപായപ്പെടുത്തിയെന്നാണ് എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ നിഗമനം. അല്ല ഇനി കക്കൂസിലാനം പോയി ചന്തെഴുവാനാണ് ഇറങ്ങിയാന്നുള്ളത് അന്ന് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തില് കൊലപാതകമാണെന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. ആര് ചെയ്തു എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടത്. അപ്പൊ അന്നിപ്പോ അമ്മ പറഞ്ഞത് ഈ പറയുന്ന പോലെ പെരുമഴയത്തും നനയാതിരുന്ന നിക്കറ്, നനയാതിരുന്ന ചോറ്റുപാത്രം അത് ആരോ രണ്ടാമതോടെ കൊണ്ടുവച്ചതല്ലേ? എന്തൊക്കെയോ ചെയ്തതിന് ശേഷം പാല് കുപ്പിയാണ്. കുപ്പി നനഞ്ഞിട്ടില്ല, ഒന്നും നനഞ്ഞിട്ടില്ലെന്നാണ് കണ്ടവര് പറയണത്. ഈ കൊച്ചിന്റെ അച്ഛൻ എന്താണ് ജോലി? അവന് ഈ സോഡാ കുപ്പി എങ്ങനെയൊക്കെ ഉള്ള തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരണ പശു ഉണ്ടായിരുന്നു. അന്ന് ഏജന്റ് അതിൻ്റെ വീട്ടിൽ ഇരുന്ന് തന്നെ അവൻ മൊബൈലിൽ അടിച്ച് അതിൻ്റെ ഏജന്റ്, അവന് സുഖമില്ലാത്തവനാണ്, ഏജന്റായിട്ട് അവൻ പൈസ കിട്ടും അവന്. അങ്ങനെയുള്ള ജോലിയാണ്. അമ്മയ്ക്കോ? അമ്മ വേറെ ജോലിക്കൊന്നും പോണില്ല. എന്തായാലും നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരമൊന്നും പറയാനൊന്നും അറിയില്ല അല്ലേ? ഇവരൊക്കെ അവിടെ അതിൻ്റെ അടുക്കൊക്കെ ഉള്ളവരാണ്. വാർത്തയുടെ ഉള്ളടക്കത്തിലെ അവ്യക്തത തുടക്കത്തിൽ മാത്രമാണ്. ഈ ഫുട്ടേജ് ഫുൾ കാണുമെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കിട്ടും. എവിടെ നിന്നാണ് ആ കൊച്ചിലേക്ക് ആപത്ത് വന്നെത്തിയത് എന്നതിൻ്റെ സൂചനകൾ കിട്ടും. പക്ഷേ ഈ നാട്ടിൽ അതാരും പറയില്ല. ഞാൻ അന്ന് 8:30 മണിക്ക് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ സംഭവം എൻ്റെ വീട്ടിൽ വൈഫൊന്നുമില്ല. ഞാൻ അങ്ങനെ അവരെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ തൊട്ട് അയലോകത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പോഴേ ഞാൻ എൻ്റെ വൈഫിനെ ഫോണിൽ വിളിക്കുമ്പം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൂനെ കാണാനില്ല, അണ്ണ ഇനി താഴോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ താഴോട്ട് ചെന്നപ്പോൾ സംഭവം അവിടെ ഭയങ്കര ജനക്കൂട്ടം. ഈ കുട്ടി 3 മണിക്കങ്ങാണ്ട് പാല് വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. പെരുമഴയായിരുന്നു, പെരുമഴയും കാറ്റും. അന്നും ഒരു സംഭവം ഇല്ലാത്ത വൈകുന്നേരം ഒരു 3:30 മണിയൊക്കെ വലിയ സന്ധ്യ ആവുന്ന സമയത്ത് അങ്ങോട്ട് പെരുമഴയായിരുന്നു, കെടുമഴ. ഒരുപക്ഷെ നനഞ്ഞിട്ടുണ്ടാവോ? അതിനെ കുറിച്ചൊന്നും അറിയാൻ വയ്യ. വൈകുന്നേരം ഈ കൊച്ചിവിടുന്ന് പാലൊക്കെ വാങ്ങി പോയെന്നാണ് അമ്മ പറയുന്നത്. പോയതിന് ശേഷമുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല എന്താണ് സംഭവം. ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഇല്ല. അങ്ങനെ ഞാൻ ചോദിച്ചു, അങ്ങനെ എൻ്റെ വൈഫിനെ വിളിച്ചു. ഞാൻ വിചാരിച്ച കല്യാണത്തിന് പോയിട്ടുണ്ടെന്ന്. കല്യാണത്തിന് പോയെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് അണ്ണ അപ്പൂനെ കാണാനല്ല, അണ്ണ ഇനി താഴോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴോട്ട് ചെന്നപ്പോഴാണ് ഇവിടെ ജനക്കൂട്ടം. ഈ കൊച്ചിൻ്റെ തിരക്കി നടക്കുക. ഇവൻ 3 മണിക്ക് ഇതേ കണക്ക് പിന്നെ പാല് വാങ്ങാൻ പോയ പയ്യനാണ്. അവനെ കാണാനില്ല. 3 മണിക്ക് പാല് വാങ്ങിച്ച് പോയെന്നാണ് അക്കം പറഞ്ഞത്. 3 മണിക്ക് പാല് വാങ്ങിച്ചുകൊണ്ട് പോയി. അന്ന് മഴ പെയ്തിട്ടില്ല. അന്ന് സന്ധ്യയോടെ മഴ പെയ്തു. സന്ധ്യയോടെ നല്ല മഴ മഴയായിരുന്നാണ് പറയുന്നത്. കെടുമഴ. എന്നാൽ ഈ കൊച്ചിന്റെ തുണികൾ നനഞ്ഞിട്ടില്ലെന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായ വാർത്ത. പാൽപാത്രമോ ചെരുപ്പോ ഒന്നും നനയാതെ അവിടെ ഇരുന്നു. ആ കുളക്കരയിലുണ്ട്. ആ കുളക്കരയില് നമ്മള് പോയി. പിന്നെ ലാസ്റ്റില് നമ്മൾ ഈ തിരക്കി കടയ്ക്ക് ക്ഷേത്രത്തിലും കിഴക്കമ്പാത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയി. ഇവ ഇനി അങ്ങോട്ടാണെങ്കിലും പോയി. അവൻ്റെ ഒരു ബന്ധു അവിടെ താമസമുണ്ട്. അങ്ങനെ അങ്ങോട്ടൊക്കെ പോയോ എന്നറിയാൻ വേണ്ടി നമ്മൾ പോയായിരുന്നു. പോയി തിരക്കിയപ്പം ഇതേ കണക്കൊരു ഫോൺ കോൾ വരുന്നു. ഇതേ കണക്ക് കുളക്കരയിൽ അവൻ്റെ തുണി കാണുന്നുണ്ട്, ചെരുപ്പ് കാണുന്നുണ്ട്, നിങ്ങൾ ഇനി വരിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് എല്ലാവരും കൂടെ, ഇവൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഉണ്ട്, ഈ വിജയൻ അണ്ണൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ ജീപ്പിനകത്ത്. നമ്മളെല്ലാം തിരിച്ചു വന്നു ഈ കുളക്കരയിൽ വന്നപ്പോൾ ഈ കുളക്കരയിൽ അവൻ്റെ ഡ്രസ്സും അവൻ്റെ ചെരുപ്പ്,
പാൽക്കുപ്പി ഇരിപ്പുണ്ട്. ഈ മഴയത്ത് നനഞ്ഞിട്ടില്ല. ആ അതും നനഞ്ഞിട്ടില്ല. അപ്പം ആരും അപായപ്പെടുത്തിട്ട് കുഞ്ഞിനെ വെള്ളത്തിൽ കൊണ്ട് തട്ടി എന്ന് അത് നമുക്ക് പറയാൻ അതല്ല അത് നമുക്ക് പറയാൻ പറ്റത്തുണ്ടോ? ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നിഗമനത്തില് ആളുകളെ അല്ല നിഗമനമല്ല, ഇപ്പൊ കണ്ടെത്തല് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തില് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ കൊച്ചിന്റെ ദേഹത്ത് തലയില് ക്ഷതമേറ്റ പാട്, അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ 1-2 കാര്യങ്ങളുണ്ട്. അത് നാട്ടുകാർ അറിഞ്ഞില്ലെന്ന് അറിയില്ല. ഭർമ്മസാധനമൊക്കെ കലങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. മൺവട്ടിയുടെ എന്തോ ഒരു ഭാഗം അതൊക്കെ അവിടെ നിന്ന് കിട്ടിയെന്നാ പറയണത്. ഇന്നിപ്പോ ആ കുളമൊക്കെ നിന്നു പോയിരിക്കുന്നു. അതൊക്കെ നിന്നു പോയ ആ വസ്തുവൊക്കെ ആ പുള്ളിക്കാരൻ വിറ്റ് പോയി. അദ്ദേഹം വെഞ്ഞാറമൂട്ടിയുള്ള ഒരാളാണ്. അവിടെ നിന്ന് ഈ കുളം ഇറക്കുമ്പം ഒരു കമ്പ് അതിനകത്ത് കിടന്നു. കമ്പ് മാത്രല്ലല്ലോ, മൺവട്ടിയുടെ തല ഉണ്ടായിരുന്നു. അതൊന്നും ഒരു ചെറിയ കമ്പങ്ങാണ്ട് അതിനകത്ത് കിടന്നതായിട്ട് അവിടെ ഇറച്ചപ്പം നമ്മളെല്ലാം കാണാൻ പോയപ്പോൾ അവിടെ ഒരു കമ്പ് ഈ കുളത്തിനകത്തുണ്ട്. അതിൽ നിന്ന് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കുട്ടിയിലെ ഈ സാധനങ്ങൾ കണ്ടപ്പോൾ നമ്മളെ വിളിച്ചു. നമ്മളും തിരക്കി പോയി. തിരക്കി പോയപ്പോഴാണ് സംഭവം ഇങ്ങനെയാണ്. പിന്നെയാണ് കടയ്ക്കൽ എയർ ബ്രാഞ്ച് ഈ പിന്നെ ഫയർഫോഴ്സ് വന്നാണ് ഒരു കുടിലെന്ന് പറഞ്ഞാൽ മറ്റേ ഈ പുറത്തേക്ക് എടുക്കുമ്പോൾ കുട്ടിയുടെ ഡ്രസ്സ് എന്തുണ്ടായിരുന്നു? കുട്ടിക്ക് ഡ്രസ്സ് അവന്റെ കയ്യിൽ ഇതേ ചരടുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ ചരട് പിടിച്ചിരിക്കും. പിന്നെ അവന് നിരയും പറയാം. അവൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. കുളത്തിൽ വീണ് ചത്തെങ്കിൽ അവന്റെ ഒരു പാന്റ്. അവൻ എല്ലാരും വിചാരിച്ചെന്താന്നോ, ഇവൻ ഇങ്ങനെ പാല് പഠിക്കാൻ പോയിട്ട് എവിടെയെങ്കിലും മലവിസ്തൃതത്തിന് പോയിട്ട് ഇവൻ ചന്തി കഴിവാൻ ഇറങ്ങി അങ്ങനെ കമന്ന് വീണെന്നാണ് അപ്പോഴും കണ്ട ഒരു നിഗമനം. അപ്പൊ പുറത്തെടുക്കുമ്പോ നിങ്ങൾ സത്യത്തിൽ കണ്ടില്ല? അവിടെ എടുത്ത് കിടത്തിയപ്പോഴാണ് നമ്മൾ വന്നത്. ഡ്രസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവന് ഡ്രസ്സുണ്ട്. നിക്കറാണോ? നിക്കർ ജട്ടിയുണ്ട്. ജട്ടിയാണ്. പാൻസ് ഇല്ല. പാൻസ് ഊരി വെച്ചേക്കല്ലേ. പാൻസ് ആണ്, അല്ല നിക്കറല്ല, പാൻസ് ആണ്. അവൻ പാൻസ് ഇട്ടേ നടക്കും. അതിനകത്ത് ഈ വാഴയ്ക്ക് വെള്ളം കോരാൻ വേണ്ടി ഒരു കുളം ഇട്ടിരുന്നു. അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഇല്ലെങ്കിൽ ഈ കൊച്ച് ഇത്ര ദൂരം നടന്നു വന്ന് അങ്ങോട്ട് നമുക്ക് അന്ന് വണ്ടി സൗകര്യം ഇല്ലല്ലോ. എന്ത് സാധനം മേടിക്കണ ആ അമ്മയുടെ കടയിൽ പോയി സാധനം മേടിക്കാൻ ദൂരം വരും. ഏകദേശം നമ്മൾ അവിടുന്ന് ഒരു 1.25 കിലോമീറ്റർ വരും. ആ കടയിൽ അവിടുന്ന് നമ്മളെ വീട് എവിടെയാണ്? ആ വീട് ഇവിടുന്ന് ഇനി ഒരു 1/2 കിലോമീറ്റർ മുമ്പോട്ട് പോകണം. നമുക്കൊന്ന് പോകാം, പോയിട്ട് വരാം. അതെ, ഇവിടെ ആയിരുന്നു ഈ വാഴത്തോട്ടത്തിന്റെ ഇടയിൽ ഈ ഭാഗത്തായിട്ടാണ് ഒരു കുളം ഉണ്ടായിരുന്നത്. അപ്പോൾ കുളമൊക്കെ നികത്തി അവിടെ മരച്ചിനി കൃഷിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എത്താൻ നമ്മൾ കണ്ട ആ കടയിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റിൽ കൂടുതൽ നടന്ന് എത്തിയാൽ മാത്രമേ ഇവിടെ എത്തൂ. കുഞ്ഞിൻ്റെ വീട് ഇവിടെ നിന്നും കുറേ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നതിനിടയ്ക്ക് ഈ വിജനമായ ഈ കുറച്ച് ഭാഗങ്ങളുണ്ട്. അന്ന് ഇത്രയും പോലും സൗകര്യങ്ങളും വീടുകളും ഇല്ലാതിരുന്ന ഒരു കാലമായിരിക്കാം. അങ്ങനെ ഈ യാത്രയ്ക്ക് മധ്യേ കുട്ടിക്ക് എന്താണ് പറ്റിയത് എന്നുള്ളതാണ് ശരിക്കും അന്വേഷണ വിധേയമാവേണ്ടത്. അപ്പോൾ അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. അന്ന് ചേട്ടാ ഈ വീടില്ല. അന്ന് വേറൊരു ചെറിയ ഒരു വീടായിരുന്നു. ഇപ്പോഴേ ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ്. പിന്നെ അവര് ഇവിടെ നിന്നൊക്കെ അങ്ങ് മാറിപ്പോയി. ഈ മരണത്തിന് ശേഷം പിന്നെ മാറി വാടകയ്ക്കൊക്കെ താമസമായി. ഇതിപ്പം കുട്ടിയെ അടക്കിയത് അങ്ങ് മേലുള്ളത് കൊണ്ട് അവിടെയാണ് അടക്കിയത്. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിലൊക്കെ തെളിവുകൾ ഒന്നും കിട്ടിയില്ല. അല്ലേ? കിട്ടിയില്ല. റീപോസ്റ്റ്മോർട്ടത്തിലൊന്നും കിട്ടിയില്ല. അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. അല്ല, ഇപ്പോൾ നമ്മളെ കടയിലെ ഒരമ്മ പറഞ്ഞതുപോലെ അതിന്റെ സ്വകാര്യ ഭാഗത്ത് ക്ഷതമുണ്ടായിരുന്നതും അത് പിന്നെയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് പൊന്നു ചേട്ടാ നമ്മൾ അറിയുന്നത്. ഈ റീപോസ്റ്റ്മോർട്ടം അല്ല, കുട്ടിയെ കൊണ്ടുപോയി അന്ന് നമ്മളും പറഞ്ഞു ഇവന്റെ തുണി നനഞ്ഞിട്ടില്ല, അവന്റെ ചെരുപ്പിൽ മണ്ണ് മാറ്റിയിട്ടില്ല, പാൽക്കുപ്പിയിൽ അന്ന് പെരുമഴയായിരുന്നു. ഇവിടെ അയൽവക്കത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള നാട്ടുകാർ അത്രയും ആ കല്യാണത്തിന് പങ്കെടുക്കും. ഈ കുട്ടി 3 മണിക്കായിട്ട് പാല് വാങ്ങാൻ പോയി. ഞാൻ അന്ന് പ്രൈവറ്റ് ബസ്സിൽ ബസ് നിലമേൽ കൊളുത്തുപ്പുഴ ബസ്സിൽ ഞാൻ ഓടുന്ന ഒരു ഡ്രൈവറായിരുന്നു. ഞാൻ അവിടെ നിന്ന് പിന്നെ 7 മണിക്കായി എൻ്റെ 7:15 എൻ്റെ സർവീസ് തീരുമ്പോൾ. അത് തീർന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ 8 മണി കഴിഞ്ഞു. 8 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലാരുമില്ല. ഞാൻ അങ്ങനെ എൻ്റെ വൈഫിനെ വിളിച്ചപ്പോൾ പറയുന്നു അപ്പുവിനെ കാണാനില്ല. അപ്പൂന്ന് അവൻ്റെ പേര് വേറെ ഒരു പേരാണ്, പക്ഷെ ആദർശ്. അപ്പുവിനെ കാണാനില്ല. അണ്ണ എത്തി ഇങ്ങനെ താഴോട്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ആൾക്കൂട്ടം.
അപ്പൊ ഈ കുട്ടിയെ തിരക്കി ഇങ്ങനെ നടക്കുകയെ നമ്മളെ നാട്ടുകാർ മൊത്തം. ചേട്ടാ ഇവിടെ ഇത് കാടല്ലേ ചേട്ടാ? കാടെന്ന് ഇപ്പൊ ഇങ്ങനെ ആയതാ. ഇവിടെ ഇങ്ങനെ താമസക്കാർ നമ്മളിപ്പോ അങ്ങോട്ട് പോയാലേ കുറച്ച് താമസക്കാരുള്ളൂ. ഇവിടെ ഒരു താമസക്കാരുണ്ടായിരുന്നു. ഇവര് ഇപ്പൊ ഇതിന് ശേഷം കാട് വെട്ട് തെളിപ്പോ ഒന്നുമില്ല. ഈ പാലം ഒരു പാലത്തിൽ കൂടെ ഇവിടെ ഒരു പാലമുണ്ട്. അവര് നേരത്തെ ഒരു വീടായിരുന്നു, നല്ല വീടായിരുന്നു. ഇപ്പൊ ഈ കൊച്ചിന്റെ ഇത് സംസ്കരിച്ചിരിക്കുന്ന മേളിലെ തിട്ടല്ലോ ആ റബ്ബർ വയ്ക്കുന്നില്ലേ, ഈ വീടിന്റെ മേളില് അവിടെയായിരുന്നു സംസ്കരിച്ചത്. പിന്നെ അവന്റെ റീബോഡിക്ക് പിന്നെ ഭയങ്കര ചാനലുകാരും മൊത്തവും വന്ന് അവന്റെ അസ്ഥി എടുത്തു, ഇതെല്ലാം ചെയ്തു. പക്ഷെ അതിലൊന്നും ഒരു ഇതും കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ ഈ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പറയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യരെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു തെളിവ് എന്തെങ്കിലും കിട്ടിയാലേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഇപ്പൊ വന്ന വാർത്തയിൽ നിന്ന് ആൾക്കാർ പറയുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എന്നാലും പുറത്തു വരും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ തെളിഞ്ഞത്. സാർ, ഞാൻ പറയുന്നത് എനിക്ക് 2 കുട്ടികൾ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു അമ്മക്ക് ഇങ്ങനെയൊക്കെ ക്രിമിനൽ എന്തെങ്കിലും വേലകൾ കാണിച്ചു കഴിഞ്ഞാൽ അത് സത്യം പുറത്തു വരണ്ടേ? നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു. കാരണം സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരിൽ പെട്ടതാണ്. നിങ്ങൾക്ക് ആ കുട്ടിയെ ഓർമ്മയുണ്ടോ? എന്ന കുട്ടിയുടെ അന്നത്തെ ഈ ഇത്ര ദൂരം നടന്ന് നിങ്ങളുമൊക്കെ പാല് വാങ്ങാനും പഴം വാങ്ങിക്കാനും ഒക്കെ നമ്മൾ സ്കൂളിൽ പോകുന്നത് വരെ നടന്നാണ് ഇതിലേ കൂടെ പോകുന്നത്. അപ്പോഴൊന്നും വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ അറിയുന്നത് തന്നെ. ആദ്യമായിട്ടുള്ള സംഭവം നമ്മളെ ഈ ആദ്യത്തെ സംഭവം നാട്ടിൽ ആദ്യമായിട്ടുള്ള സംഭവം. നമ്മൾ ഇങ്ങനെ കുട്ടികളൊക്കെ അപായപ്പെടുത്തുന്ന ടീം വല്ലവരും ഉണ്ടായിരുന്നോ? ഒരാൾ മതി. സംഭവിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടുള്ള സംഭവം, ആദ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ അമ്മക്ക് അന്നും ഇവൻ പാല് വാങ്ങാൻ പോയി പിന്നെ വെളിക്കിറങ്ങാൻ പോയിട്ട് ഇവൻ ചന്തികഴുകാൻ പോയപ്പോ അതിനകത്ത് വീണു പോയി എന്നാണ് എല്ലാവരും വിചാരിച്ചത്. അതായിരുന്നു കൺക്ലൂഷൻ. അങ്ങനെയാണ്. അല്ലെങ്കിൽ ആ ബോഡി അന്ന് എടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ആ ബോഡി എടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പിറ്റേന്ന് അതിന്റെ നമ്മളെ ഈ പിന്നെ ഫിംഗർ പ്രിന്റ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് എങ്കിലേ ചെയ്യുള്ളൂ. അന്ന് ഫിംഗർ പ്രിന്റ് എടുത്തത് ആ കുട്ടിയുടെ ദേഹത്തുള്ള പരിശോധനകൾ മാത്രമേ ചെയ്തുള്ളൂ. കുളത്തിൽ തന്നെ നേരെ കടക്കല് അവിടുന്ന് ആംബുലൻസ് വന്നു, ഫയർഫോഴ്സ് വന്നു, ഇവരെല്ലാവരും എടുത്തുകൊണ്ട്. അതെല്ലാം ഓക്കെ. പക്ഷെ അന്ന് കുളത്തിൽ നിന്ന് ഈ മൺവെട്ടിയുടെ കൈ കിട്ടിയോ? അന്ന് അത് നോക്കിയില്ലല്ലോ. അതാണ് പറഞ്ഞത്. അന്ന് അത് ചെയ്തില്ല. അതാരും ചെയ്തില്ല. പിന്നെ ആർക്കും ആ ചിന്താഗതി ഇല്ലല്ലോ. അത് ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ചെയ്യണം. അത് നാട്ടുകാരല്ല ചെയ്തില്ലല്ലോ. പക്ഷേ നാട്ടുകാരല്ല ചെയ്യേണ്ടത്. അതില് ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് കുളത്തിൽ വീണു, ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ചെയ്തത്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, അത്രേ ഉള്ളൂ. ഈ നടക്കുന്ന കേസുകളിലൊക്കെയും നമുക്ക് വ്യക്തികൾക്ക് താല്പര്യമില്ലെങ്കിൽ, അതായത് കേസുമായിട്ട് മുന്നോട്ട് പോകണം, DGPക്ക് പരാതി കൊടുക്കണം, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നമ്മളിവിടെ ഇതുണ്ടാക്കി ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി ഇല്ലേ? ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. പിന്നെയാണ് സാറേ ഞാൻ പറയട്ടെ, പിന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെ കാര്യമായ എന്ത് ഡൗട്ടാണ് തോന്നിയത്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം റിപ്പോർട്ട് വന്നാൽ ഈ കുട്ടി സ്വയം വീണതല്ല, അപായപ്പെടുത്തിയ ആണ് ഈ കുട്ടി ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞാണ് നിങ്ങൾ ആക്ഷൻ കൗൺസിൽ. എന്തുകൊണ്ടോ ആക്ഷൻ കൗൺസിൽ നമ്മളിവിടെ ജീവിക്കുന്നവരല്ലേ, നമുക്കും കുട്ടികളില്ലേ. നമ്മളെ കുട്ടികൾ നടന്ന് 3 കിലോമീറ്റർ സ്കൂളിൽ പോയിട്ട് വരുന്നേല്ലേ. നാളെ ഇനി എന്ത് സംഭവിക്കും? ആക്ഷൻ കൗൺസിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഇല്ല, അതോടുകൂടി പിരിത്തുവിട്ടെന്നല്ല കാര്യമല്ല. പിന്നെ ഇതിന് ശേഷം ഒരുപാട് നമ്മൾ ഇവിടെ ഉള്ള എന്നെയും വിളിച്ച് പല ഉദ്യോഗസ്ഥർ വന്ന് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ സ്ഥലത്ത് പോലും ഇല്ലായിരുന്നു. നമ്മളെയൊക്കെ പിന്നെ ഇവിടെ ഉള്ള ഒരുപാട് പേരെ വിളിച്ച് തിരുവനന്തപുരത്തൊക്കെ സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാ ആൾക്കാരെയും വിളിച്ചു, മൊഴിയെടുത്തു, കാര്യങ്ങൾ ചെയ്തു. ഭാഗത്തുനിന്നാണ് തെറ്റ് പറ്റിയെന്ന് ഒന്നും അറിയാൻ വയ്യ. പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ നിറഞ്ഞിരിക്കുന്ന നാടാണ് നമ്മുടെ എല്ലാ ഭാഗത്തും. അല്ല, അന്നൊന്നും ഇങ്ങനെയൊന്നും ഒരു സംഭവമില്ല. അങ്ങനെയൊന്നും ഇല്ല. അന്നൊന്നും ഈ ബംഗാളികളോ അങ്ങനെയൊന്നും ഇവിടെയൊന്നും ഈ പരിസരത്തൊന്നും ഇല്ല. 10-15 വർഷം മുമ്പ് അതില്ല. ഇല്ല. അന്നത്തെ ആ ഒരു ദിവസവും അതിൽ നിന്ന് ഇത്ര കാലം വരെ പിന്നിട്ടിട്ടും ആ ദുഃഖത്തിൽ നിന്ന് അല്പവും തെല്ലും മോചിക്കപ്പെടാത്ത ഒരു അമ്മയോടൊപ്പമാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത് കുഞ്ഞിനെ അപായപ്പെടുത്തിയിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ്. അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ ആ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ? ആ റിപ്പോർട്ട് ഞങ്ങൾ 2 പോസ്റ്റ്മോർട്ടം ചെയ്തല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ അവന്റെ നട്ടലൊടിഞ്ഞ അവസ്ഥയിലായിരുന്നു. നട്ടലൊടിഞ്ഞു, കഴുത്തൊടിഞ്ഞെന്നുള്ള അന്ന് എനിക്കറിയായിരുന്നു. ഞാൻ എടുക്കുമ്പം കഴുത്ത് ഓടിഞ്ഞ ഇങ്ങനെ ചെന്ന് പെട്ടിന്ന് വാരി എടുക്കുമ്പോ 2 തലക്കിലും ഒരു തോർത്ത് തല വെച്ചാണ് വെച്ചിരുന്നത്.
അപ്പൊ ഞാൻ എടുക്കുമ്പം എന്റെ മോന്റെ കഴുത്ത് കിടന്ന് ആടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ മോന്റെ അപ്പോഴെല്ലാരും പറഞ്ഞു എടുക്കരുതെന്ന്. അപ്പൊ എല്ലാരും പറഞ്ഞു എടുത്തോട്ടെ അമ്മ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും എന്റെ കുഞ്ഞിന്റെ കഴുത്തൊടിഞ്ഞപ്പോഴും എനിക്ക് സംശയമായിരുന്നു. ഈ കുഞ്ഞിനെ ഈ രീതിയിൽ അപായപ്പെടുത്താൻ തക്കവണ്ണമുള്ള ശത്രുത എങ്ങനെയായിരിക്കും ആൾക്കാർക്ക് ഉണ്ടാവുക? എവര് ക്രൈംബ്രാഞ്ച് നമ്മളെ അരുത് എന്തോ കണ്ട് അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് അവരാണ് നമുക്ക് പറഞ്ഞു തന്നത്. മുതിർന്നവരുടെ പ്രവർത്തനങ്ങളെ കണ്ടതുകൊണ്ട് അവൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് ഇങ്ങനെ ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷെ അവനെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനെ പേടിപ്പിച്ച് അവന്റെ എന്തെങ്കിലും രീതിയിലുള്ള ഈ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് അങ്ങനെയുള്ളതൊക്കെ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെല്ലാം ഉണ്ട്. പോസ്റ്റ്മോർട്ടത്തിലുണ്ട്. എനിക്ക് കോപ്പി തരാൻ നിങ്ങൾക്ക് എടുത്തു തരാൻ ഞാൻ. അതിലുണ്ട്. ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ട്, പക്ഷെ ആരും കണ്ടുപിടിച്ച് പറഞ്ഞില്ല. രണ്ടാമത് ഈ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ഒരു ചാനലുകാർ വന്നു, ഏതായാലും ചാനലുകാർ വന്ന് അവരാണ് വന്നിട്ടുണ്ട്. ഈ 16 വർഷം വേണോ DNA പരിശോധന? DNA പരിശോധന അവർ ഇപ്പൊ ഒരു 3 വർഷത്തിന് മുമ്പ് 10-15 പേരെ ഇവിടെ കൊണ്ടുപോയി DNA എടുത്ത് അവർക്ക് സംശയം ഒന്നും പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും കിട്ടിയിട്ടില്ല. അതിനാണ് അട്ടിമറിയെന്ന് പറഞ്ഞത്. അതല്ല, ആദ്യം എടുത്തത്. ആദ്യം എടുക്കണത് ചേട്ടൻ്റെത് അവൻ്റെത് മാത്രം. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ ഈ കാലം താമസിച്ചു പോയാൽ അവരിലേക്ക് എത്തുമെന്ന് അറിയുമ്പോ അവരെ ഏതെങ്കിലും രീതിയിൽ ഈ കാലത്ത് നിന്ന് മറഞ്ഞാലും പോയി കഴിഞ്ഞാൽ പിന്നെയും കേസ് തെളിയിക്കാതെ പോകില്ല ഇങ്ങനെ കാത്തിരിക്കുന്നത്? കാരണം ഒരു DNA പരിശോധനയ്ക്ക് ഈ പറയുന്ന പോലെ 16 വർഷമൊന്നും വേണ്ടല്ലോ ചേച്ചി. അത് ആദ്യം എടുത്തെന്ന് പറഞ്ഞില്ലേ, നടന്നത്. ആ DNA വീണ്ടും എടുക്കാനുള്ള നമ്മളിപ്പോ കൊടുക്കുന്നത്. എന്നാലും ഇതിലൊരു വലിയ അനാസ്ഥ ഉണ്ട് ചേച്ചി. ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഒരു മെഡിക്കൽ കോളേജിലോ വേറെ എവിടെയെങ്കിലും അന്ന് ഞാൻ പറഞ്ഞ ഇവര് കൊണ്ടുപോകുമ്പം അവര് പോലീസ് റിപ്പോർട്ടോ മറ്റേ ഫയർഫോഴ്സിന്റെ ഒരു പേപ്പറോ ഒന്നും കൊടുക്കാതെ ബോഡി വെച്ചത്. രണ്ടാമത്തത് ചേച്ചി പിന്നീട് ആ കുളവും പരിസരവും പറമ്പും ഒക്കെ വിറ്റു. ആ കുളമൊന്നും ഇപ്പൊ കുറവല്ല, പക്ഷെ അതിനകത്തും തടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പൊ അതിലും താമസിച്ചു എന്നുള്ളതാണ്. അത് 2.5 വർഷം കഴിയുമ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പറഞ്ഞ ബോഡി പിന്നെ ചെയ്ത 10.5 വർഷങ്ങൾക്ക് ശേഷം അറിയാം. ഒന്ന്. രണ്ടാമത്തത് ഈ കുളത്തിൽ നിന്ന് പിന്നെ കിട്ടിയെന്ന് പറയുന്ന ഈ മൺവട്ടിയുടെ കൈയോ മട്ടാസിന്റെ കൈ, പിക്കാസ മട്ടാസ കൊണ്ടാണ് ഈ 2 കൈ എന്നാണ് കുളത്തിന് കിട്ടിയായിരുന്നു. ഈ കുഞ്ഞിനെ എടുത്ത ആ ഒരു കാലത്ത് തന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ആ കുളത്തിലുണ്ടോ എന്നൊരു പരിശോധന പോലും നടത്തിയില്ല. അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളുടെ കുളത്തിൽ കുഞ്ഞ് വീണ് മരിച്ചു പോയെന്നാണ് പറഞ്ഞത്. നിസ്സാരമായിട്ട് പറഞ്ഞ് ക്ലോസ് ചെയ്യാണ്. അതായത് കുഞ്ഞിന് വയറ് മുടക്കി അത് കക്കൂസി പോയിട്ട് കഴിയാറിയപ്പോൾ വീണു മരിച്ചു. പക്ഷെ ഈ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട് ഉണ്ടായിരുന്നിട്ട് പറഞ്ഞായിരുന്നു കുഞ്ഞ് വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോഴേ വേണമെങ്കിൽ നമ്മളെ വീട്ടിൽ അറിയിച്ച് അപ്പോഴേ റീപോസ്റ്റോറും ചെയ്യായിരുന്നു. ഇങ്ങനെ പോകൂലായിരുന്നു. അതിന് സമ്മതിച്ചില്ല. എന്തായാലും കാലം ഒരുപാട് പിന്നിട്ടിട്ടും ഇപ്പോ ആ സത്യം ശരിക്കും ഇരുട്ടിന്റെ മറനീക്കി പുറത്തു വരികയാണ്. ഈ കുടുംബത്തിന്റെ കാത്തിരിപ്പ് പോലെയല്ല. കാരണം അവർക്കിത് മറ്റാരോടുള്ള വാശിയല്ല. അവരുടെ താങ്ങും തണലുമായിരുന്ന ഇപ്പൊ വളർന്നെങ്കിൽ 32-33 വയസ്സാവേണ്ടെങ്കിൽ നമുക്കൊരു താങ്ങും തണലും ഇന്നും കുടുംബത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കാട്ടിന്റെ ഉൾവനത്തിൽ കാട്ടുമൃഗങ്ങൾക്കിടയിൽ പോയി ആടിനും മറ്റും കൊള്ളയടിച്ചു വന്ന് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ചേച്ചിക്ക് ഈ ചികിത്സക്ക് കഴിയുമോ ഇതൊക്കെ? ഇല്ല. എവിടെന്ന് ഇപ്പം കാറിലുള്ള 4 ലക്ഷം പോയി, അല്ലാതെ ഈ ഒരാളിന് 1000 രൂപ കൂലി കൊടുത്ത് 19 ദിവസത്തേക്ക് 19,000 രൂപ കൊടുത്താണ് ഒരാളിനെ നിർത്തിയത്. അത് ചെലവില്ലാതെ. ചേച്ചിയുടെ ഈ രോഗത്തെ കുറിച്ച് എന്താണ് പറയുന്നത് ഡോക്ടർ? ഈ കൂടെ ബ്രെയിനിൽ അണുബാധ വരുന്നത് എന്തുകൊണ്ടാണ്? അത് ആദ്യം സയൻസറ്റിസ്റ്റ് വന്ന് കഴുകിയായിരുന്നു. അതിനുശേഷം അന്ന് കഴുകി 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ വന്നത്. ഇപ്പം പിന്നെ ഡിസ്ക് കംപ്ലൈന്റ് ആണ്, കഴുത്ത് കംപ്ലൈന്റ് ആണ്. ഇവിടെ വേണ്ട തള്ളി ഇങ്ങനെ വരുന്നു, ഡിസ്ക്. എന്നെ ഈ കുഞ്ഞ് എവിളിറങ്ങി പോയിട്ട് എവിടെ തിരികെ വന്നത് കൊണ്ടാണ് ഞങ്ങൾ ജീവനോടെ ഉള്ളത്. ഞങ്ങൾ കാണൂലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആടുകളെ നോക്കാനോ വളർത്താനോ ഒന്നിനും പറ്റാതെ വല്ലാത്ത അവസ്ഥ. വസ്തു ജപ്തിയായി. വസ്തു ഈ മോനെ അടക്കിയെന്ന് പറഞ്ഞാൽ ആ വസ്തു അവരെ കാല് പിടിച്ചിപ്പോ വെച്ചേക്കാണ്.
എത്ര ലക്ഷം രൂപയ്ക്ക്? 189 അടയ്ക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ മെനഞ്ഞാന്ന് പോയി ഞങ്ങള് സംസാരിച്ച് കരഞ്ഞ് പറഞ്ഞു എങ്ങനെയെങ്കിലും കുടുംബശ്രീ നിന്ന് 1 ലക്ഷം രൂപ എടുത്ത് അടയ്ക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കണം. എന്നിട്ട് പോലും നമുക്കൊരു സഹായമോ ആരും ചെയ്തിട്ടില്ല, സമൂഹത്തിനും ഇല്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ അറിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ തന്നെ വന്ന് കാണുമ്പോഴാണ് അറിയണം. ഒരു മകളുണ്ടായിരുന്നു ഈ ആൺകുട്ടിയുടെ ഇളയത്, അതിന് വിവാഹം കഴിച്ചയച്ചു. അത് വിവാഹം കഴിച്ചില്ല, അത് അനിഷ്ടകാലം ഇറങ്ങിപ്പോയി. അമ്മയെ എടുത്തിട്ട് അടിച്ച് പിടിച്ച് കൊണ്ട് ത്രോട്ടി കളഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതാണ്. കൊച്ചിനെ തിരികെ അവിടെ കൊണ്ടുവന്ന് ഇപ്പം കേസ് വനിതാ സെല്ലാണ് നടത്തണത്. അവൻ മദ്യപാനിയായിരുന്നു. അവൻ മദ്യപാനിയും പിന്നെ എല്ലാം ആ ഭാഗത്തുള്ള ഈ ഇവിടെ കോളനിയിലുള്ള അംബേദ്കർ കോളനി. അപ്പൊ ഈ കുട്ടിയെ പിന്നെ ഇപ്പൊ തിരികെ നോക്കണില്ല. എന്തിനാ അതിനെ കൂടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ജീവാപായമല്ലേ? അതെനിക്ക് വിടാൻ പറ്റില്ല. അതിനാന്ന് പറഞ്ഞാൽ അത് തൂങ്ങാൻ പോയെടുത്തുനിന്ന് കൊണ്ടുവന്നാണ്, മോൻ മരിച്ചെടുത്തുനിന്ന്. ശരി, ഒരുപാട് വാർത്തകൾ ഇതുപോലെ കാണുന്നില്ല. ഈ കുട്ടി ഇവിടെ ഉണ്ട്, ഇല്ല ഇപ്പൊ കൊണ്ടുവന്നിട്ട് 1 വർഷം വിളിക്കുന്നു. ശരി, ഭാവ എവിടെ? ഇതൊരു ഭാവ എവിടെ വെച്ചിട്ട് ഉറങ്ങിയായിരുന്നാ? ഉറങ്ങിയിട്ട് ഒരു നേരം എന്റെ കയ്യിൽ അതുകൊണ്ടല്ലേ നമ്മൾ പറയണേ. പക്ഷെ ഇത് തെളിയിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. നമുക്കും എനിക്കും പ്രായമായ 2 മക്കളുണ്ട്. എന്റെ കുട്ടികളും നടന്നാണ് പോകുന്നത്. ഇപ്പോഴും ഇവിടെ നിന്നുള്ള കുട്ടികളാണ്. ഇപ്പം 2 കുട്ടികൾ അങ്ങോട്ട് നടന്നു, 2 പെൺകുട്ടികൾ പോണത്. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് എന്ത് സംഭവിച്ചാൽ ആരെങ്കിലും അറിയൂ? ഒന്നുമില്ല, ഒരു ഇതുമില്ല. നമ്മള് വന ഏരിയ എന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിൽ റോഡ് വൃത്തിയാക്കി തരാനോ ഇതിനൊന്നും ഒരു ഇതുമില്ല. വോട്ട് പിടിക്കാൻ നേരത്ത് ഇങ്ങോട്ട് വരും, അവർ നമ്മളുടെ വോട്ട് വാങ്ങും, അങ്ങ് പോവും. വാർത്താ റിപ്പോർട്ടിംഗ്, പ്രത്യേകിച്ച് ക്രൈം റിപ്പോർട്ടിംഗ്, കുറച്ച് റിസ്ക്കുള്ള കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് നമ്മൾ. അവിടെ വണ്ടി വെച്ചിട്ട് ഞാൻ ചെന്ന് കയറിയത് ശരിക്കും വിഷമകരമായ ഒരു ചെറിയ പ്രതിസന്ധി വന്നു ചേരാനിടയുള്ളൊരു സ്ഥലത്തേക്കായിരുന്നു. കാരണം അവിടെ ഏതാനും ചെറുപ്പക്കാരെ പോലീസ് ഉന്നം വച്ചിരുന്നു. അവരെ കൂടെ ചോദ്യം ചെയ്തിരുന്നു. അത്തരമൊരു ആളിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ചെന്നത്. ആ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിയിൽ പറഞ്ഞോളാം. ശരി, ഓക്കെ. ഞാൻ തിരിച്ചു നടന്നു. അമ്മക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ചേട്ടന് ആക്സിഡന്റ് പറ്റി ചേട്ടനെ കൊണ്ട് ഇപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു രോഗിയായി. അപ്പം എൻ്റെ മകൾക്കൊരു ജോലി ഞങ്ങൾ പല തവണ ആവശ്യപ്പെട്ടു അവരെടുത്ത്. പല തവണ നമ്മളെ കുടുംബം നോക്കാൻ വേണ്ടി. ഒരു മകനില്ല, മകൻ നഷ്ടപ്പെട്ടു. ഒരു കുടുംബം, ഒരു ചെറിയ ജോലി എൻ്റെ കുഞ്ഞിന് കൊടുത്തിരുന്നെങ്കിലും ഞങ്ങളിങ്ങനെ ആവൂലായിരുന്നു. അതുപോലും ഈ സർക്കാർ ചെയ്തിട്ടില്ല. ആ കുട്ടി ശരിക്കും ഒരു ട്രോമയിൽ നിന്ന് ഇപ്പം രക്ഷപ്പെട്ടു വരുന്നേ ഉള്ളൂ. അതിന്റെ വിദ്യാഭ്യാസമൊക്കെ എന്താണ്? വിദ്യാഭ്യാസം അവള് BCom 3 വിഷയവും കൂടെ എഴുതി. ബാക്കി നല്ല കമ്പ്യൂട്ടർ, ടാലി എല്ലാം പഠിച്ചോളാം. ചെറുതെങ്കിലും ഒരു ജോലി ആ കുട്ടിക്ക് കൊടുത്തുകൊണ്ട് ഈ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ അവർ ചെയ്യുന്നു. നമ്മൾ ആവശ്യപ്പെട്ട് എഴുതി വരെ ആവശ്യപ്പെട്ട് അവരെടുത്ത്. പിന്നെ ഞങ്ങൾ ജീവിക്കണം കൊണ്ടാണ് എന്റെ മകനെ ഒന്ന് അവനെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് എനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വലിച്ച് ഇങ്ങനെ കിടക്കുന്നത്. ഇന്നും ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കണവരാണ്. ഇന്ന് അച്ഛനും മോളും കൂടെയാണ് വിമാനത്തിൽ പോയിരിക്കുന്നത്. എപ്പോ എത്തും? ഒരു ചിലപ്പോ 5:30 മണി, ചിലപ്പോ 6 മണി ഒക്കെ ആവും. ഉണ്ട്, പോത്തറം കിടക്കണടുത്ത് അവിടെ തന്നെ പോണത്. ഒരു അമ്മയും കുഞ്ഞിനെയും ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇത് ഒരുപാട് നടക്കണുണ്ട് ചേച്ചി. കാരണം ഒരു കുഞ്ഞായി അല്ല, കുഞ്ഞില്ലാതെ നമ്മൾ മരിക്കാൻ പോയടുത്ത് നിന്ന് നമ്മൾ ആ രാമർശനിലുള്ളവര് കണ്ടുപിടിച്ച് അവരാണ് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നത്. മരിക്കാൻ പോയതാണ് ഈ മോൻ അടക്കിയെടുത്ത്. അപ്പൊ ചോദിച്ചോ പറഞ്ഞു എന്റെ അണ്ണന്റെ അടുക്ക പോണെന്ന് പറഞ്ഞു. അവിടെ താമസമില്ല, ആളും ഇല്ലല്ലോ. അവിടെ പോയി ചെയ്താൽ നമ്മളറിയോ? ഇല്ല. അവിടെ നിന്ന് പോലീസ് മാനസികാവസ്ഥ ഇതായോ കുട്ടിയുടെ? ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ നോക്കുമല്ലോ മക്കളെ, അല്ലേ? അവളെ അച്ഛനാണ് നമ്മളെ. എന്റെ 93 വെട്ടിയ റോഡാ. അപ്പൊ ഇന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ വീട്ടിൽ പോകുമ്പോൾ മനപ്രയാസം തന്നെ? മനപ്രയാസം ഇല്ലാതെ ഏത് തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാതെ വരും? ഞാൻ ചോദിക്കട്ടെ, ഏത് തന്തയ്ക്കും തള്ളയ്ക്കും വരാതെ? ഒന്ന് വന്നേട്ടോ അവിടെ കുറച്ച് ദൂരം. ഇപ്പോ നിങ്ങൾക്ക് മുതിർന്നവർക്ക് ബൈക്കുണ്ട്, പക്ഷെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൽ പോണ കുട്ടികൾക്ക് ബൈക്ക് കൊടുക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്?
അവർക്ക് ഒറ്റയ്ക്ക് വിജനമായ ഈ നാട്ടുപാതയിലൂടെ ഇങ്ങനെ നടക്കണം. ഇരുവശത്തും കാടിന് സമാനമായിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ വിളയാണ്, പക്ഷെ കാടിന് സമാനമായിട്ടാണ് അത് കാണുന്നത്. അപ്പം ഇതിനെന്ത് സേഫ്റ്റിയാണ് ഈ കുഞ്ഞുങ്ങൾക്കുള്ളത്? വർഷങ്ങൾക്ക് മുമ്പ് ആദർശ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവൻ അപായപ്പെട്ട ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ വിഷമതകളാണ് നമ്മളോട് പറഞ്ഞത്. വോട്ടിന് വേണ്ടി മാത്രം ഇവിടെ വരിക, വോട്ട് നേടി പോയി കഴിഞ്ഞാൽ ഈ നാടും ഈ പ്രദേശവും ഒക്കെ മറന്ന് ജീവിക്കുന്ന ജനപ്രതിനിധികളാണ് എവിടെയും ഉള്ളത്. ഒരാളുടെ പേരെടുത്ത് പറയല്ല, പാർട്ടി പറയുകയല്ല. പക്ഷെ അവരൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം വെറുതെ പറഞ്ഞ് വാർത്തെടുത്ത് പോകുന്നതല്ല. ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റുണ്ട്. ഈ ഇലക്ട്രിക് പോസ്റ്റിലെങ്കിലും ഈ ഭാഗങ്ങൾ അങ്ങിങ്ങായിട്ട് നമ്മുടെ സുമതി വളവിലൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത പോലെ CCTV വെക്കണം, നിർബന്ധമായും വെക്കണം. കാരണം ഇതുവഴിയാണ് കുഞ്ഞുമക്കൾ ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിൻ്റെ കഴിഞ്ഞിട്ട് വന്നപ്പോഴും 2 കുട്ടികൾ കണ്ടു ഈ ദുരന്ത ഓർമ്മകൾ നിലനിൽക്കുന്ന സ്ഥലത്തുകൂടി 2 പെൺകുട്ടികൾ പോകണം. യെസ്, പൊടി കുട്ടികൾ നടന്നു പോകുന്നുണ്ട്. അത് യൂണിഫോമിൽ ഞാൻ ശ്രദ്ധിച്ചു നടന്നു പോകുന്നതാണ്. അതൊക്കെ ചാനലിൽ വിടണം മാഷെ. അതെ, എന്തായാലും ഇത് വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടിയുടെ ഈ ജീവവിയോഗം. അതിന്റെ ബന്ധുവാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ആ കുട്ടിയെ സംസ്കരിച്ച സ്ഥലം ഇവിടെയുണ്ട്. രണ്ടാമത് റീപോസ്റ്റ്മോർട്ടം ചെയ്തു. ആ വീട്ടിൽ നിന്ന് അവരുടെ മാതാപിതാക്കൾ ഒഴിഞ്ഞ് മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ വിജനമായി കാട് പിടിച്ച് കിടക്കുകയാണ്. സ്വന്തം മകൻ നഷ്ടപ്പെട്ട നൊമ്പരവും ആ വേദനയും തളം കെട്ടി നിൽക്കുന്ന ഒരു നാട്ടിൽ നിന്ന് നമ്മൾ പോവുകയാണ്. അവനെ വിളിച്ച് ക്രൈംബ്രാഞ്ചിൽ വിളിച്ച് അവ ഇനി വിളിക്കുന്നുണ്ടെങ്കിൽ അവ ആത്മഹത്യ അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞാൽ കൂടെ വിളിച്ചിട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ചേച്ചി അല്ല അനിയത്തിയായിരിക്കും. നമുക്കൊക്കെ ആർക്കെതിരെയും ആർക്കും എന്തും പറയാം. നമ്മൾ പറഞ്ഞുടനെ നമ്മൾ ആത്മഹത്യയല്ല വേണ്ടത്, നമ്മൾ ജീവിക്കുക. പറയുന്നവരുടെ എത്ര വർഷങ്ങളായെന്നറിയാമോ? അടിച്ചു പിടിച്ച് ഉപദ്രവിച്ച് ജോലി ഏതായ ആശുപത്രിയിലും കിടന്നു അടിയും കൊടുത്തു. അതാണ് എന്തിനാണ് 14 വർഷം കൊണ്ട് എന്റെ പുറകെ എന്റെ കൊച്ചിടന്ന് അനുഭവിക്കാനൊന്നുമില്ല. 7 സെന്റും ഒരു വീടും അതിന്റെ പുറകെ കിടന്ന് ഓടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കണ്ട വിലക്ക് എഴുതി വിറ്റ് അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തത്. ഇനി എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. എന്റെ പൊന്നു സഹോദര, ഒന്നും പറയാനില്ല. നിങ്ങൾ അവരെ വീട്ടിൽ ചെന്ന് അവർക്ക് സംശയം പറയണത്. അവര് കണ്ടുമില്ല കേട്ടുമില്ല, ഒരു തെളിവുമില്ല. ഇവന്മാരാണ് അത് ചെയ്തതെന്നുള്ളതിന് ഒരു തെളിവ് ഇന്നുവരെയും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവരുടെ പേരിലാണ് കുറ്റം വെച്ചിരിക്കുന്നത്. എനിക്കാണ് ഒരു പെണ്ണ്, എന്റെ മോളാണിത്. അവനാ ഈ പറഞ്ഞത്. അവൻ കൂലി വേലയ്ക്ക് പോണു. എത്ര കാലം അടി കൊണ്ട് സുഖമില്ലാതെ കിടന്നു എവിടെയെല്ലാം. അവരെ ആൾക്കാർ മരിച്ച ചെറുക്കന്റെ അമ്മേരെ അച്ഛന്റെ ആൾക്കാരും ഈ എന്നോട് സംസാരിക്കാൻ ഇങ്ങനെയെങ്കിലും സംസാരിക്കാൻ കാണിച്ച മനസ്സ് തന്നെ വളരെ വലുതാണ്. കാരണം അത്രയധികം ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മള് ഓടി അനുഭവിച്ച് കഷ്ടപ്പെട്ടത് കൊണ്ട് ഇങ്ങനെ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇതുണ്ടാവേ. ഈ കേസിന്റെ കാര്യം പറയുമ്പോഴേ നമുക്ക് ദേഷ്യം തോന്നും. ഒന്നും പറയാനും തോന്നും. അതുകൊണ്ട് ഒന്നും പറയാനില്ല, നമുക്കൊന്നും പറയാനില്ല. കിട്ടിയതും അനുഭവിച്ചതും ഇരിക്കട്ടെ, അമ്മക്ക് ഇരിക്കട്ടെ. സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ട്, സത്യമാണെന്ന് എനിക്കറിയത്തില്ല. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന്. ഇവിടെ ആരോ ചെയ്ത ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ നാട്ടിൽ ഏതാനും ചെറുപ്പക്കാർ ഇന്നും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അവരെന്നോട് പറയാൻ മടി കാണിച്ചു. അങ്ങനെ അല്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ വളരെ അവർ വികാരാധീനരായി കുറച്ച് ദേഷ്യത്തോടെ ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് പാർട്ട് ഓഫ് ലൈഫ്, അതാണ്. ചിലരൊക്കെ പെടുന്നു. പക്ഷേ ആ സത്യം പുറത്തു വരണം. ഈ കുഞ്ഞിനെ അപായപ്പെടുത്തിയതാര്? ഇനിയെങ്കിലും നിയമവ്യവസ്ഥകൾ, നമ്മുടെ സംവിധാനങ്ങൾ വളരെ കരുത്തുറ്റതാണ്, കാര്യക്ഷമമാണ്. വിചാരിച്ചാൽ പെട്ടെന്ന് അവർക്ക് കണ്ടുപിടിക്കാനാകും. ആ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട്, ആരും എങ്ങോട്ടും പോയിട്ടില്ല. എങ്കിലും DNA പരിശോധനകൾ ഇനി നടക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ തിരികെ പോവുകയാണ് വന്ന വഴി തന്നെ. വളരെ ദുരൂഹതയേറിയ വാർത്തകൾ, വളരെ വന്യമായ ഏകമായ വഴിത്താരകൾ, അതിലൂടെ സാഫ്രോൺ സഞ്ചരിക്കുകയാണ്. സമഗ്രമായ ഒരു വാർത്താവതരണം എന്ന ലക്ഷ്യത്തിനു വേണ്ടി. കൂടെ വന്ന എല്ലാവർക്കും, സങ്കടങ്ങൾ കേട്ടുനിന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, സ്നേഹം.